ലൂക്കോസിന്റെ 7:13-16 വരെ യേശു വിധവയുടെ മകനെ ഉയർപ്പിച്ച നിമിഷം വിവരിക്കുന്നു. ഇത് ആഴത്തിൽ പ്രതീകാത്മവും നിഗൂഢമായ ഒരു അത്ഭുതമാണ്. ദുഃഖിതയായ അമ്മയെ കാണുമ്പോൾ യേശു അനുകമ്പയാൽ വികാരഭരിതനായി കരയരുത് എന്ന് പറയുന്നു. ദിവ്യ അധികാരത്തോടെ അവൻ ശവപ്പെട്ടിയിൽ സ്പർശിക്കുന്നു. മരിച്ചയാൾ എഴുന്നേറ്റ് സംസാരിക്കുന്നു. ഈ പ്രവൃത്തി പഴയ നിയമ പ്രവചന ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു. എന്നാൽ അതിനെ മറികടക്കുന്ന ഒന്നായിരുന്നു. ക്രിസ്തുവിനെ ഒരു പ്രവാചകനായി മാത്രമല്ല, ജീവിതത്തിന്റെയും മരണത്തിന്റെയും കർത്താവായി വെളിപ്പെടുത്തുന്നു. മറഞ്ഞിരിക്കുന്ന രഹസ്യം ആത്മീയ പ്രതീകാത്മകതയിലാണ്. വിധവ ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നു. ആത്മീയമായി വന്ധ്യതയും ദുഃഖിതയുമായിരിക്കുന്നു. മരിച്ച മകൻ പാപത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യത്വത്തെ പ്രതിനിധീകരിക്കുന്നു. അവനെ പുനർജീവിക്കുന്നതിലൂടെ ജീവൻ, പ്രത്യാശ, ഉടമ്പടി, ഐഡന്റിറ്റി എന്നിവ പുനഃസ്ഥാപിക്കാനുള്ള തന്റെ ശക്തി യേശു വെളിപ്പെടുത്തുന്നു. ജനക്കൂട്ടത്തിന്റെ പ്രതികരണം ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു മശിഹയുടെ വെളിപ്പെടുത്തലിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവിക സന്ദർശനത്തിന്റെ പ്രവചനങ്ങൾ നിറവേറ്റുകയും സ്വന്തം പുനരുദ്ധാനത്തിലൂടെ മരണത്തിനെതിരായ ക്രിസ്തുവിന്റെ ആത്യന്തിക വിജയത്തെ മുഴുവനാക്കുകയും ചെയ്യുന്നു. ഇത്